എൻ്റെ പേര് ദീപാഞ്ജലി. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരപ്പറമ്പിലെ എച്ച്.എം. 1.5 വർഷത്തോളമായി പ്രധാന അധ്യാപികയാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് റോബോട്ടിക്സ് പ്രോജക്റ്റിലേക്ക് അവസരം കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നമുക്ക് ഇത് ലഭ്യമാക്കിയ വാക്കറു ഡി ലീഡ് ഇന്റർനാഷണൽ ഡയറ്റ് ടീമിനെ ആദ്യമേ നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും തന്നെ സ്കൂൾ സന്ദർശിക്കുകയും കുട്ടികൾക്ക് പ്രത്യേകം അസസ്മെന്റ് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത്. കുട്ടികളും വളരെയേറെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. പതിവ് ക്ലാസ് റൂം അന്തരീക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികൾ ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ള രീതിയിലാണ് കുട്ടികൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശിശു കേന്ദ്രീകൃത വിദ്യാലയമാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെയേറെ എൻജോയ് ചെയ്തിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. സാധാരണ നമുക്ക് തിയറി ക്ലാസ്സുകളാണ് ഉണ്ടാവുക. അപ്പോൾ കുട്ടിക്ക് ഇത് പ്രായോഗികമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണല്ലോ റോബോട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടിക്ക് തിയറി ക്ലാസ്സിനെക്കാളും വളരെ ഇൻട്രസ്റ്റ് ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ മക്കള് വളരെ ഇൻട്രസ്റ്റ് ആണ് ഇതിൽ. അപ്പോൾ ബേക്കോട്ട് നിന്ന കുട്ടികളെല്ലാം ഈ ഒരു ക്ലാസ്സോട് കൂടി എല്ലാം അവരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ എടുത്തിട്ട് അവർ ഫ്രണ്ടിലേക്ക് വരികയാണ്. അതിനൊരു അധ്യാപിക എന്ന നിലയിൽ വളരെയധികം സന്തോഷമാണ്. എന്താണ് റോബോട്ടിക്സ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് എന്താ സാധനം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത പിള്ളേരാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഈവൻ നമുക്ക് അവിടെ സെലക്ഷൻ പ്രോസസ് നടത്തിയ സമയത്ത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയ കാര്യങ്ങളാണ്. അതായത് ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാതെ വരുന്ന പിള്ളേരാണ് അവിടെ കൂടുതലുണ്ടായിരുന്നത്. പക്ഷേ ലാസ്റ്റ് തൊട്ട് ആകുമ്പോഴത്തേനും ഇവരെല്ലാം റോബോട്ടിക്സിനെ പറ്റിയിട്ട് വളരെയധികം കൗതുകത്തോടെ നോക്കിക്കണ്ട് വളരെയധികം ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായത്. കുട്ടികൾ അത്യാവശ്യം ഭയങ്കര ഫ്രണ്ട്ലി ആണ് പിള്ളേർ, ഭയങ്കര ആക്റ്റീവ് ആണ്, കുറച്ച് ആക്റ്റീവ് കൂടുതലാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ അത്ര ആക്റ്റീവ്, എല്ലാവരും ഭയങ്കര കമ്പനി ആയിട്ട് തന്നെ ഇപ്പൊ ചിരിച്ച് കളിച്ച് എല്ലാവരും കമ്പനി ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടികളാണ് എല്ലാവരും. പുതിയ സാധനങ്ങളൊക്കെ വന്നപ്പോ ആദ്യം മനസ്സിലായിരുന്നില്ല, പിന്നെ സാറ് പഠിപ്പിച്ചെന്ന് പിന്നെ റെഡിയായി. ശാസ്ത്രമേളയ്ക്ക് പോയപ്പോ ആദ്യം അറിയില്ലല്ലോ റോബോട്ടിക്സ്. അപ്പൊ റോബോട്ടിക്സ് സാറ് പഠിപ്പിച്ചെന്ന്, അതുകൊണ്ട് ഇപ്പൊ സബ് ജില്ല വരെ കയറാൻ പറ്റി. അതേപോലെ സാറ് തന്നെ നമ്മൾ കൂടി തന്നു കുറെ കാര്യങ്ങള്, കണക്ഷൻസും എല്ലാം പറഞ്ഞു തന്ന് എല്ലാം ചെയ്തു തന്നു. കുട്ടികൾ തന്നെ ഇങ്ങോട്ട് വന്ന് പറയാണ് ഞങ്ങൾ റോബോട്ടിക് ക്ലാസ് എടുക്കാമെന്നും പിന്നെ റോബോട്ടിക് ഫെസ്റ്റിലൊക്കെ പങ്കെടുക്കാന്നൊക്കെ കുട്ടികൾ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് ഇങ്ങോട്ട് വന്ന് പറയണം. അത് ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ നന്ദി പറയാണ് നമ്മുടെ ഈ സ്കൂള് ഇവരുടെ ഈ പ്രൊജക്റ്റിലേക്ക് തിരഞ്ഞെടുത്തതിന് വാക്കറു ഫൗണ്ടേഷനും നമ്മുടെ ഡിലെഡ് ഇന്റർനാഷണലും പിന്നെ നമ്മുടെ ഡയറ്റിലെ ഓരോ മെമ്പേഴ്സിനോടും വളരെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയണം. ഞങ്ങളുടെ ഈ ഒരു ചെറിയ സ്കൂളിനെ ഈ ഒരു വലിയൊരു പ്രൊജക്റ്റിലേക്ക് ഞങ്ങൾക്കും അതിലേക്ക് ഭാഗമാകാൻ സാധിച്ചത് വളരെ നന്ദിയോടെ ഓർക്കുന്നു ഓരോരുത്തരെയും.